അന്താരാഷ്ട്ര വാർത്തകളിലേക്കാണ്. ഗസയിൽ വെടിനിർത്തലിനായുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. US തയ്യാറാക്കിയ പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചിരിക്കുകയാണ്. പക്ഷേ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേലിന് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ ഈ നിർദ്ദേശങ്ങളോട് ഹമാസ് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളതാണ് നിർണായകം. നമുക്ക് ആദ്യം ഈ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കാം. ഗസയിൽ സമാധാനപരമായ സിവിലിയൻ ഭരണം ഉണ്ടാക്കുമെന്നാണ് US ഉറപ്പ് നൽകുന്നത്. 2, ഹമാസിനെ നിരായുധീകരിക്കും. ഗസയെ സൈനിക മുക്തമാക്കും. ഹമാസിനെ നിരായുധീകരിക്കുന്നതിന്റെ വ്യാപ്തിക്കനുസരിച്ച് ഇസ്രായേൽ ഗസയിൽ നിന്ന് പിന്മാറും. ഒപ്പം തന്നെ 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ പൂർണ്ണമായും ഹമാസ് വിട്ടുനൽകണം. ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചില്ല എങ്കിൽ ബാക്കി ജോലി തീർക്കുമെന്ന് നെതന്യാഹു പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ നിർദ്ദേശങ്ങൾ എന്നതിനെക്കാട്ടും അപ്പുറം ഇതൊരു ഭീഷണിയായി മാറുന്നുണ്ടോ എന്നതാണ് സംശയം. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഉയരുന്നതും. പക്ഷേ ഹമാസിന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ നിർണായകമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചു, അതായത് ഈ നിർദ്ദേശങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രം പ്രതികരിക്കാമെന്ന നിലപാടിലാണ് ഇപ്പോൾ ഹമാസ് ഉള്ളത്. ഈ നിർദ്ദേശങ്ങളെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഗസയ്ക്ക് യാഥാർത്ഥ്യ ബോധമുള്ള പാത ഒരുക്കുന്നത് കൂടിയാണ് പദ്ധതി എന്ന പ്രഖ്യാപനമാണ് ഈ ഇന്നലെ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നെതന്യാഹു നിലപാടെടുത്തിരിക്കുന്നത്. ഒപ്പം തന്നെ ഗസയിൽ വെടിനിർത്തൽ കരാർ അടുത്തെത്തിയിരിക്കുന്നു എന്ന നിലപാടിലാണ് ട്രംപ് ഉള്ളത്. ഏതായാലും ഒരുപക്ഷെ ഹമാസ് ഈ നിർദ്ദേശം തള്ളിയാൽ ഹമാസ് ആണ് വെടിനിർത്തലിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് എന്ന് സ്ഥാപിക്കാനാകും ഇസ്രായേലും US ശ്രമിക്കുക. അതുകൊണ്ട് തന്നെയാകണം ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ US ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്.